നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 976th day. Today 20th sloka of Prathama Skandam, 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 976 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം ഏഷ ദാതാ ശരണ്യശ്ച യഥാഹൈഷീനരശിബി യശോവിതനിതാ സ്വാനാം ദൗഷന്തീരിവയജ്ജനാം. ഓം തത്സത്. ഏഷ ദാതാ ശരണ്യശ്ച യഥാഹൈഷീനരശിബി യശോവിതനിതാ സ്വാനാം ദൗഷന്തീരിവ യജ്ജനാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യേശ ദാതാ ശരണ്യ ച യഥാ ഔഷീനര ശിബി യശോ വിദനിത സ്വാന ദൗഷന്തി. അതായത് ദൗഷ്യന്തി എന്ന് പറഞ്ഞാൽ ദുഷ്യന്തത്തി. ദൗഷ്യന്തി ഇവ യജ്ജന. പരീക്ഷിത് മഹാരാജാവിൻ്റെ വിഷ്ണുരാധൻ എന്ന് പേര് നൽകിയിരിക്കുന്ന ഉത്തര അഭിമന്യു പുത്രനെ കുറിച്ച് ബ്രാഹ്മണർ പറയുകയാണ്, വീണ്ടും പറയുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇദ്ദേഹം ഇച്ഛാവു മഹാരാജാവിനെ പോലെയും ദാശരഥി ശ്രീരാമനെ പോലെയും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞതിന് ശേഷം ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ഇവൻ ഔഷീനര ശിബി ഇവ. അതായത് അർത്ഥം പറഞ്ഞിട്ടില്ല. ഔഷീനര ശിബി ഇവ എന്ന് പറഞ്ഞാൽ ഉഷീനര ദേശാധിപനായിട്ടുള്ള ശിബിയെ പോലെ. ഔഷീനര എന്ന് പറഞ്ഞാൽ ഉഷീനര ദേശം. ശിബിയെ പോലെ. ഏഷ ഇവൻ ദാദാ ശരണ്യ ച ദാനം ചെയ്യുന്നവനും ശരണാർഹനുമായി വരും. അതായത് തന്നെ ശരണം പ്രാപിച്ച പ്രാവിനെ തൻ്റെ ഇറച്ചി കൊടുത്ത് രക്ഷിച്ച ആളാണ് ശിബി മഹാരാജാവ്. അപ്രകാരം ദാനം ചെയ്യുന്നവനും ശരണാർഹനുമായി വരും. സ്വാനാം സ്വകീയന്മാരെയും യജ്ജനാം യജ്വാക്കളെയും യശസ്സു കീർത്തിയെ ദൗഷ്യന്തി ഇവ ദുഷ്യന്തപുത്രനെ പോലെ വിധനിത പരത്തും. വിധനിത എന്ന് പറഞ്ഞാൽ പരത്തും. അദ്ദേഹം ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതകുമാരനെ പോലെ ഭരതനെ പോലെ തൻ്റെ യശസ് പരത്തും. അത്രയ്ക്കും നന്നായി രാജ്യം ഭരിച്ച് യശസ് പരത്തും എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അതായത് കുശീനര ദേശങ്ങൾക്ക് അധിപതിയായ ശിബി ചക്രവർത്തിയെ പോലെ ഇവൻ ദാനം ചെയ്യുന്നവനും ആശ്രയിച്ചവരെ രക്ഷിക്കുന്നവനുമായിരിക്കും. ദുഷ്യന്ത മഹാരാജാവിൻ്റെ പുത്രനായ ഭരതനെ പോലെ ജനിച്ചവർക്കും യാഗം ചെയ്യുന്നവർക്കും സ്വവംശത്തിൽ ജനിച്ചവർക്കും യാഗം ചെയ്യുന്നവർക്കും എല്ലാം കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനുമായിട്ട് തീരും എന്ന് പറയുകയാണ്. അത്രയ്ക്കും മഹത്തായ ഒരു ജന്മമാണ് പരീക്ഷിത് മഹാരാജാവിൻ്റേത് എന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. പരീക്ഷിത് മഹാരാജാവ് പരിക്ഷീണനാണ് എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി ജനിച്ച ഒരു സന്തതിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടായിരിക്കും എന്ന് ജനിച്ച ഉടനെ തന്നെ എല്ലാ ബ്രാഹ്മണരും പറയുന്നുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏഷ ദാതാ ശരണ്യശ്ച യഥാ ഹൗഷീനര ശിബി യശോ വിധനിതാ സ്വാനാം ദൗഷന്തീരിവ യജ്ജനാം. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.